ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ JK ഗെയിമിംഗ്. നമ്മൾ ഇന്ന് ബെസിമിലേറ്റർ ആണ് കളിക്കാൻ പോണം. ബെസിമിലേറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ബസ്സൊക്കെ ഉണ്ട്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇത്രയും ബസ് ഉണ്ട്. ഇതല്ല, വേറെ വണ്ടി ഉണ്ട്. മായാവി ഉണ്ട്. കൊമ്പനില്ല. ഇത് മായാവി. മറ്റേത് ഏതോ ഒരു വണ്ടി, എനിക്ക് അതിൻ്റെ പേരില്ല. ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ആദ്യമേ കിട്ടുന്ന വണ്ടി. ഇത് ഞാൻ പിന്നെ സ്റ്റിക്കർ അടിച്ച് ഇങ്ങനെ ആക്കിയതാ. അല്ലാണ്ട് ആദ്യമേ നിങ്ങൾ ഗെയിം കയറ്റുമ്പോൾ അത് കിട്ടൂല. അത് ആദ്യമേ പറഞ്ഞിരിക്കാം. എന്നിട്ട് എന്നെ വരാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ എടുത്ത വണ്ടിയാണ്. ഇതിനും സ്റ്റിക്കർ ഒട്ടിക്കണം. പെയിന്റ് അല്ല ഇതിനകത്തുള്ളത്. ഇത് പിന്നെ KSRTC പിന്നെ സൂപ്പർ എക്സ്പ്രസ്. ഇത് KSRTC സൂപ്പർ ഫാസ്റ്റ്. ഇത് ഭാരത് ബെൻസിന്റെ ഒരു ട്രെയിലർ ട്രക്ക്. ഇത് ബെൻസിന്റെ ഭാരത് ബെൻസിന്റെ ടോറസ്. ഇത് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ കാര്യമില്ല. പിന്നെ ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ ഇതിൽ കണക്കാക്കിന്ന് ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ വണ്ടി തന്നെയാണ്. പക്ഷെ വേറെ ആൾക്കാർക്കൊക്കെ ഇവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവർക്ക് ഓടിക്കാൻ കൊടുക്കും. എൻ്റെ മറ്റേ വണ്ടിയില്ലേ, അത് ഞാൻ കൊടുക്കത്തേ ഇല്ല. ഇതേത് വണ്ടി? ഇതിന്റെ പേരെന്നാ? ട്രവറവർ എന്നല്ല, അത് വേറെ എന്ത് വണ്ടിയാ. ഇതിന്റെ പേര് ഞാൻ ഉദ്ദേശിക്കണ എന്നൊക്കെ പേരാണോ? നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ വായിച്ചോ. എനിക്ക് ഇതങ്ങനെ വായിക്കുന്നതിലൊരു സംശയം ആണ്. ഇത് രണ്ടാമത്തെ ഇതെങ്ങനെ മായാവി രണ്ടെണ്ണമായേ? സ്പ്ലിറ്റ് ആക്കിയത് ഞാൻ. ശരി, ഇത് പണ്ടത്തെ ഓൾഡ് KSRTC. ഇത് പിന്നെ ഇപ്പോഴത്തെ വണ്ടികളുടെ അവസ്ഥ. ടൂറിസ്റ്റ് ബസ്സിന്റെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ടൂറിസ്റ്റ് ബസ്. ആലിയർ എന്ന് തന്നെയാണ്. ആലിയർ എന്ന് പറയും. വേറെ കാരണമൊന്നുമില്ല, എനിക്ക് ഈ മുന്നിലത്തെ 2X കണ്ടപ്പോഴേക്കും എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബസ്സിന്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡിസൈൻ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പോഴും ഇഷ്ടപ്പെടും. ഡിസൈൻ ഇല്ലെങ്കിലും എനിക്കിഷ്ടം തന്നെ. എന്ന് വെച്ചാൽ അകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് മതി. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് എന്താന്ന് വെച്ചാൽ 2 പോർട്രേറ്റ് ഇടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? KSRTC ഇത് റിയൽ ലൈഫിലുള്ള വണ്ടിയാണ്. ഹണി ബസ് ആൻഡ്രോട്ടെ. ഇത് KSRTC സ്വിഫ്റ്റ്. ഇതിന് എന്നാ വേറെ സ്റ്റിക്കർ അടിച്ചായിരുന്നു ഞാൻ, അതൊക്കെ പോയി. ഇത് പറന്ന് നിൽക്കുന്ന ബസ് എന്നൊക്കെയാണോ പറയണത്? ഇതൊക്കെ പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് അറിയാലോ, പ്രൈവറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്ക്. പിന്നെ KSRTCനെ പോലെ സർക്കാർ വണ്ടി അല്ല അവര്. അത്ര വണ്ണ് എനിക്കതൊക്കെ അറിയാവുള്ളൂ. പിന്നെ ഇത് ലോറിയാണ്. ലക്ഷം പോലെ വരുവാണല്ലോ. ഇത് പിന്നെ SC ലോറിയുടെ ടിപ്പർ. ഇത് 2 ഉണ്ട്. എന്നാച്ച ഒരെണ്ണത്തിന് ഞാൻ വേറെ കളർ അടിച്ചായിരുന്നു ഓടിച്ചത്. പക്ഷെ ഇപ്പൊ അതിന്റെ കളറൊക്കെ പോയി, എന്നാന്നറിയത്തില്ല. അത് ഇനി ഇളയെല്ലാം പോയതാണോ സംശയമുണ്ട്. അങ്ങനെയൊക്കെ ഈ ഗെയിമിൻ്റെ അകത്ത് ഇടയ്ക്ക് വരാറുണ്ട്. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്. കൊമ്പന്റെ സ്റ്റിക്കർ അടിച്ച വണ്ടി. അതിൻ്റെയും ഇതും പോയി. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ വേറെ. ഞാൻ മൊത്തം ഈ വണ്ടി പഠിച്ചിലാണല്ലോ. ഇത് ട്രാവലർ. ഇത് ഏതോ കമ്പനിയാ? അതിന്റെ പേര് എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്നാ നീല കളറിൽ കൊടുത്തേക്കുന്നു, പക്ഷെ അകത്തുള്ള കളറൊക്കെ കാണാൻ പറ്റുന്നില്ല. ഇത് പിന്നെ ഒരു ടാങ്കർ ലോറിയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അശോക് ലൈലാൻഡ് അതിൻ്റെയാണ്. ഇത് ഭാരത് ബെൻസ്. ഇതിന് നല്ല സ്പീഡും റൊട്ടേറ്റിങ്ങും ഉള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് പിന്നെ എവർ സ്റ്റാർ എക്സ്പ്ലോഡിന്റെ സ്കിന്നുള്ള വണ്ടി. സ്കിന്നി പോയി. എനിക്ക് എല്ലാ വണ്ടിയുടെ സ്കിന്ന് പോയിട്ടുണ്ട്. ഇത് പിന്നെ ഏതിൻ്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല.
ഉണ്ടായിരുന്നു നിന്റെയൊക്കെ ഇത്. അത് പറിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു NVD. ഇതാണ് ഞാൻ പറഞ്ഞ ലോറി. അല്ല പറഞ്ഞല്ല, ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. എന്നാ ഇതെടുത്ത് അങ്ങ് പോവാം. ബാക്കി വണ്ടി സെക്കൻഡ് പാർട്ടിന്റെ ലാസ്റ്റോ അതോ തേർഡ് പാർട്ട് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്താനോ ഞാൻ തീരുമാനിച്ചു. അത് മതിയില്ലേ? ഞാൻ ഇപ്പൊ മൊത്തം പറഞ്ഞോണ്ടിരുന്ന കുറേ വണ്ടിയുണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ എണ്ണി തീർക്കാൻ തന്നെ കുറേ. ഓക്കെ ഗൈസ്, ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു എന്നാണ്ടൊരു ഫ്ലാഗ് എന്നാണ്ട് അടിച്ചതാന്ന് തോന്നുന്നു. പെട്ടെന്ന് ബ്ലാക്ക് സ്ക്രീൻ ആയി കുറച്ച് നേരത്തേക്ക്. ഒരു അരമണിക്കൂറായി കാണും ഞാൻ വെച്ചോണ്ടിരിക്കുന്ന മരം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളെങ്ങാനും ഞാൻ കാണിക്കും. അതൊക്കെ പോട്ടെ, ഇത് കളിക്കാൻ പോവാ നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് ഓഫ് റോഡാണ് ഇവിടെ മൊത്തം. ഇതിനകത്ത് പോകാൻ പറ്റൂടെ? എനിക്ക് സംശയം. ഞാൻ ഇതിലെ കൂടെ ഓടിച്ചില്ല. ഇടിക്കില്ലല്ലോ ഓടുന്നത്. വണ്ടിയാണെന്ന് നല്ല പവറുണ്ട്. സ്പീഡ് നോക്കിയതാണ്. ഞാൻ ഇതൊക്കെ ചവിട്ടുന്നു. പക്ഷെ ഇതിന്റെ ആക്സിലേറ്ററിൽ ചുമ്മാ തൊട്ടപ്പോഴേക്ക് തന്നെ നല്ല സ്പീഡിലാണ് പോണേ. അപ്പൊ മുഴുവൻ പിടിച്ചോണ്ടിരുന്നുള്ള കാര്യം പറയാൻ മഴ പെയ്യുന്നുണ്ട്. മേളിൽ നിന്ന് വീഴുന്നതായിട്ടും കണ്ടു. അവനെ വണ്ടി കാണിച്ചില്ലല്ലോ. ഇതാണ് വണ്ടി. നല്ല വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒരാളൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. ഗൊജയോ വണ്ടിയാണ്. ഗൊജ ഇത് ഇതിൻ്റെ അകത്തുള്ള ലോഡാണ്. ഇതിന്റെ പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സിമെന്റ് ആണ്. സിമെന്റ് ബസ്സിന്റെ അകത്ത് ഇങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. ഇവർക്ക് വണ്ടി ഇടിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ വണ്ടിക്കാ കുഴപ്പം. അവരുടെ വണ്ടി എന്നോട് ഇരുമ്പും കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ വണ്ടി പ്ലാസ്റ്റിക്കും കൊണ്ട് എന്ന് പറഞ്ഞാലേ നമ്മുടെ വണ്ടി ഇടിച്ച നമ്മുടെ വണ്ടിക്ക് സ്ക്രാച്ച് ആവും. ഇപ്പൊ താഴത്ത് നമ്മുടെ ഹെൽത്ത് കുറഞ്ഞുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അറിയാവുന്നവര് ചുമ്മാ കേട്ടോളൂ. ഇതിപ്പോ തന്നെ ഞാൻ സെക്കൻഡ് മാർക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ടുണ്ട്. ഇപ്പോഴേ കുറേ മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. എന്നുവെച്ചാൽ മറ്റേ ബ്ലാക്ക് സ്ക്രീൻ എങ്ങനെ കുറച്ചധികം നേരം എങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ വീഡിയോ ഇടുന്നത്. എന്നാ സ്ക്രീൻ ഇന്നാണ്ട് പറ്റിയിട്ട് സ്വിച്ച് ഓഫ് വരെ ആക്കി ഞാൻ. പക്ഷെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് പോയിട്ടില്ല. അതുകൊണ്ട് അതെങ്ങനെയാ പോകാണ്ടിരുന്നത് എനിക്ക് പോലും അറിയില്ല. അല്ലാണ്ട് ഇങ്ങനെ ചെയ്താൽ പോകും. അതങ്ങനെ പോകാണ്ടിരുന്നുകൊണ്ട് ഞാൻ എടുക്കാൻ തുടങ്ങി. ബാക്കി അറിയില്ല ഉണ്ടാവാണ് എനിക്ക് മറിഞ്ഞ കുഴപ്പം. ഇവിടെ നിന്ന് ഓട്ടേക്ക് വന്ന് ഓട്ടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടികളാണ് അതാണ് കുഴപ്പം. പക്ഷെ നല്ല സ്പീഡുള്ള എൻ്റെ വണ്ടിയില്ലേ, അതിന് നല്ല സ്പീഡാണ്. ഇവിടെ ആണെങ്കിൽ ഒരു വണ്ടി ഇപ്പൊ നമ്മളെ മുന്നിൽ പോകാൻ പറ്റും. ഒരു സെക്കൻഡ് മതി അതിനൊക്കെ സ്പീഡിൽ നമ്മൾ കയറിപ്പോയി. ആ വണ്ടിക്ക് അത്ര സ്പീഡാണ്. അതൊക്കെ കളിക്കാൻ ആണെങ്കിൽ കമ്മിയാണ്. അല്ലാണ്ട് ഞാൻ കളിക്കത്തില്ല. അപ്പൊ അതെടുത്ത് കളിക്കാൻ. ഇതിന്റെ സ്പീഡ് നോക്കിയതാഴെ 110.
ഇതെങ്ങനെ അപ്പുറത്ത് ഇതൊക്കെ അടിച്ചോ? എന്താ തന്നെ ഞാൻ പറഞ്ഞു വീട് ആക്സിലേറ്റർ അങ്ങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. മഴ പെയ്യുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് ഈ റോഡിലൊക്കെ വെള്ളം കയറുന്നു. അപ്പം ഇവിടെ തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് പോലെ നല്ല രസമാണ്. ഞാനിവിടെ എന്ത് സംഭവിച്ചേ? ആരാണ്ട് ഇവിടെ ചുമക്കുന്ന ശബ്ദം കേട്ടല്ലോ അവിടെ ഇരുന്നത്. കുമ്പടയിൽ പ്രശ്നമായി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പറ്റിയത്. ഞാനവിടെ വേറെ ഒരു സംഭവം എടുക്കാൻ പോയതാ. എന്നാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആരെയും മുന്നേ എടുക്കാൻ പിന്നെ വെള്ളം കുടിക്കാത്ത വെള്ളം ഞാൻ എന്നെ സംഭവം പറയാം. സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിന്റെ ഇത് മൊത്തം ഹൈ ആണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഈ ഫോൺ ഇൻഫിനിക്സ് ആണ്. ഇൻഫിനിക്സ് ഈ ഫോണിന് നല്ല ഇതുള്ളതുകൊണ്ട് ഗ്രാഫിക്സ് അൾട്രയിൽ വേണമെങ്കിലും ഇടാം. പക്ഷെ അതിലിട്ടാ ഞാൻ ഇത്രയും ദിവസം ആലോചിച്ചോണ്ടിരുന്ന പിന്നെ ഹൈനേക്കാളും കുറവായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ആയിരുന്നു. ഇനി ഞാൻ അൾട്രയിലോട്ട് ഇടും. എന്നിട്ട് കളിക്കുന്ന വീഡിയോ ഞാൻ ഇടാം. ഓപ്പോയിലും ചെറുതായിട്ടൊക്കെ അങ്ങനെ ഇടാം. കൊറേ കാര്യങ്ങൾ അങ്ങനെ കിട്ടും. തിരക്കിലാതെ കളിക്കുമ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള അതാണ് സംഭവം. നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? പെട്രോൾ തോന്നുന്നു. നമുക്ക് തിരക്കാം. നമ്മുടെ വണ്ടിക്ക് പെട്രോൾ ഇല്ലായിരുന്നു. എനിക്ക് റിവ്യൂസ് എടുത്ത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ 26 വണ്ടി ഓർമ്മയുണ്ടല്ലോ. അതും വണ്ടി പെട്രോൾ വണ്ടി മറിഞ്ഞു. ഒരു സെക്കൻഡ് ഇപ്പൊ വരാം. ഇനി വരാൻ പറ്റിയ നോക്കട്ടെ. അവിടെ ആടിയൊന്നും പറ്റില്ല. പക്ഷെ മറിഞ്ഞു നടക്കുന്നു. അവിടെ സുഖമായിട്ട് കിടന്നു നമുക്ക് ഞാൻ ഈ കണ്ണുമുക്കില്ലാണ്ട് പോവുക. അതിന്റെ ഇടയ്ക്കുള്ള കുറെ തന്നെ വണ്ടിയുടെ ഇവിടെ ചൂങ്ങി. ആ ലൈറ്റ് നോക്കുക. അങ്ങനെ ഇരുന്ന ലൈറ്റ് തെരിഞ്ഞി. അതാണ് എൻ്റെ നല്ല കൂടുതൽ കൊണ്ട് ഇതാണ് ഓടിക്കുന്നത്. എന്നെ കണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ ഏതാണ്ട് ചൂടുള്ള വണ്ടിയാണ് ഞാൻ എത്തിയിട്ടേ ഇതങ്ങ് പോകും. എന്നിട്ട് ഇടയ്ക്ക് വല്ലതും വളവും തിരിവും വരുവാണെങ്കിൽ സ്പീഡില്ലേ പോകണം. പെട്ടെന്ന് ഇരിക്കാൻ പറ്റുക. അപ്പോൾ പോയി സ്പീഡൊന്നും ഇരിക്കാനാണ് ഇപ്പൊ കുഴിയൊക്കെ ഉണ്ട്. നേരത്തെ മെയിൻ റോഡ് കുഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ. അതന്നെ അവർ ഓടുകയാണ്. കവർ ചെയ്തിട്ടിരുന്നു വലിയ പോയിട്ട്. ഇവിടെ ഈ വണ്ടി ഒന്നും തിരിയുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്നെ ഇവരതിൻ്റെ അടക്കം ടീമായിട്ട് അതിൻ്റെ അടക്കം കാണിച്ചു കഴിഞ്ഞു. ഇതിന്റെ സ്പീഡിൽ കാണിച്ചു തരാം.
ഇനി ഇപ്പൊ വീഡിയോ അതിൻ്റെ ഒപ്പം സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് ഇടാം ഗൈസ്. ഓക്കേ ബൈ. സെക്കൻഡ് പാർട്ട് ഇടാം, പക്ഷേ അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴെങ്കിലും ഇട്ടാൽ പോരെ. ഓക്കെ ലൈക്ക്